ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ കോപ്പിറൈറ്റ് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫേസ്ബുക്ക് കോപ്പിറൈറ്റ് ഫോമിന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നത് ഇതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പിറൈറ്റ് റിപ്പോർട്ട് ഫോം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ വരും. ഇവിടെ നിങ്ങൾ കൊടുക്കുക, ഇതുണ്ടോ, ഐ ആം ദ റൈറ്റ്സ് ഓണർ എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു വിൻഡോ പോപ്പപ്പ് ആവും താഴേക്ക്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇത് വരും, ഫേസ്ബുക്ക് ID, അല്ലെന്നാണെങ്കിൽ നമ്മളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് കൺഫേം ചെയ്യുക ഇമെയിൽ. അത് കഴിഞ്ഞിട്ട് കൺട്രി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് വീഡിയോ ആണോ ഫോട്ടോ ആണോ എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കണം. അപ്പോൾ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പേര്, നെയിം ഓഫ് ദ റൈറ്റ്സ് ഓണർ, അപ്പോൾ നമ്മുടെ പേര് തന്നെ ഇവിടെ കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൊണ്ട് ഇനിഷ്യൽ കൊടുക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇതേപോലെ ഇനിഷ്യൽ കൊടുക്കരുത്. അതിന് പകരം ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമുമായിട്ട് തന്നെ കൊടുക്കണം. ഫസ്റ്റ് നെയിം നിങ്ങളുടെ പേരും സെക്കൻഡ് നെയിം നിങ്ങളുടെ ഫാദറിൻ്റെ പേരും. ഓക്കെ, അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് കണ്ടന്റ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഫോട്ടോ, വീഡിയോ ഓർ പോസ്റ്റ് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇതുണ്ടോ, ഇവിടെ കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടാണ് അതിനെതിരെയാണ് നമ്മൾ കോപ്പിറൈറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യം എവിടെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തത്? ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ? ഫേസ്ബുക്ക് ആണ് നമ്മളിതിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ വീഡിയോൻ്റെ ലിങ്ക്, അതായത് ഫേസ്ബുക്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ വീഡിയോൻ്റെ ലിങ്ക് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം ഒരു പ്രത്യേകം പറയുന്നുണ്ട്, പ്ലീസ് നോട്ട് ദാറ്റ് വി ആർ അൺഏബിൾ ടു റിവ്യൂ മെറ്റീരിയൽസ് ഹോസ്റ്റഡ് ഓൺ എ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒരേ ഇതായത് കൊണ്ടിട്ട് അത് രണ്ടും ഒരു ഇതിൽ തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷേ അത് കൂടാതെ നിങ്ങളിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോമിലോ ആണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അവിടെ നിന്നാണ് ഇവർ ഈ സംഭവം അടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ വീഡിയോ ആരാണ് കോപ്പി ചെയ്തുകൊണ്ട് പോയത്, അവരെവിടെയാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ആ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോൻ്റെ ലിങ്ക്, അതായത് അവർ നിങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഫേസ്ബുക്കിലാണെങ്കിൽ ആ ലിങ്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞ് താഴേക്ക് വരാൻ നേരത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലിങ്ക് ഇല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. I do not have link leading directly to the specific content I want to report. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കണ്ടൻറ്റിൻ്റെ ലിങ്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് താഴേക്ക് വരാൻ നേരത്ത് ഡിസ്ക്രൈബ് വൈ യു ആർ റിപ്പോർട്ടിംഗ് ദിസ് കണ്ടൻറ്റ്. ഇവിടെ ഇത് 3 ഓപ്ഷനാണ് വരുന്നത്. നിങ്ങളുടെ ഒരു കണ്ടൻറ്റ്, അതായത് ഫോട്ടോയോ വീഡിയോ ഒരാൾ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ദിസ് കണ്ടൻറ്റ് കോപ്പീസ് മൈ വർക്ക് എന്ന് കൊടുക്കാം. ഐ അപ്പിയർ ഇൻ ദ കണ്ടൻറ്റ്, നിങ്ങൾ ആ വീഡിയോയിൽ, ഇയാൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഇവിടെ കൊടുക്കുക, ഐ അപ്പിയർ ഇൻ ദിസ് കണ്ടൻറ്റ് എന്ന് കൊടുക്കുക. ഇനി അത് ആ വീഡിയോ നിങ്ങളുടെ എന്തെങ്കിലും പേര് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാം, ദ കണ്ടൻറ്റ് യൂസസ് മൈ നെയിം എന്ന്. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ആണ് കോപ്പി ചെയ്തുകൊണ്ട് വരിക്കുന്നത്. അപ്പോൾ ദിസ് കണ്ടൻറ്റ് കോപ്പീസ് മൈ വർക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, താഴേക്ക് വരിക, പ്ലീസ് പ്രൊവൈഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് യുവർ റിപ്പോർട്ട്. അപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുക്കാറുള്ളത് സാധാരണ ഐ ഓൺ ദിസ് കണ്ടൻറ്റ്, അതായത് ഇതെൻ്റെ വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു നോട്ട്, അത്രേ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇമേജ്, ജെപെഗും PDF അങ്ങനെയുള്ള ഫോർമാറ്റ്സുകൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇമേജസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കൊടുക്കാം, അപ്ലോഡ് കൊടുക്കാം. പക്ഷേ ഇത് ഓപ്ഷനിലാണ്, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി താഴെ വരുമ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്ത് ഇനിഷ്യലോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവും. ഇങ്ങനെ കൊടുക്കുക, ഫുൾ നെയിം കൊടുക്കുക, എന്നിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കാൻ നേരത്ത് ഇത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കൺഫർമേഷൻ മെയിൽ അയക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കൺഫർമേഷൻ മെയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കണ്ടോ, കോപ്പിറൈറ്റ് റിപ്പോർട്ട് ഫോം എന്നും പറഞ്ഞിട്ട് വീഡിയോ റിമൂവ് ചെയ്തു എന്നും പറഞ്ഞിട്ട് രണ്ടാമതൊരു മെയിലും വന്നിട്ടുണ്ട്. ഇതുണ്ട്, വി ഹാവ് റിമൂവ്ഡ് ഓർ ഡിസേബിൾഡ് ആക്സസ് ടു ദ തേർഡ് പാർട്ടി ഓർ യൂസർ ജനറേറ്റ്. അപ്പോൾ ആ വീഡിയോ അവർ ആ കണ്ടൻറ്റ് റിമൂവ് ചെയ്തു. ഇനി നിങ്ങളിപ്പോൾ ആ വീഡിയോ കൊണ്ടുപോയ ആൾ
നിങ്ങളുടെ അടുത്ത് വന്ന് പറയണതാണ് ഇപ്പോൾ അയാൾക്കത് അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യരുതെന്ന് പറഞ്ഞു വന്ന് നിങ്ങൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോപ്പിറൈറ്റ് വിഡ്രോ ചെയ്യാം. അതിനുള്ളൊരു ലിങ്കാണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ ഒരു എഗ്രിമെൻറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോസ് സക്സസ്ഫുള്ളി റിമൂവ് ചെയ്തു 2 ഇപ്പോൾ ലാസ്റ്റ് കണ്ട 2 നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴെ ഒരു താങ്ക്സും പറഞ്ഞിട്ട് അത് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും രണ്ടും ഒരേ പ്രോസസ്സ് തന്നെയാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കൊടുക്കാം. ഓക്കെ.